സ്വാഭാവിക സ്നേഹത്തിന്റെ മൂന്നാമത്തെ കാരണം ഖറാബത്താണ്, ബന്ധം. ബന്ധമുള്ള ആളുകളെ മനുഷ്യർ സ്നേഹിക്കും. ഉദാഹരണം, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, ഉമ്മയെ സ്നേഹിക്കുന്നു, ഉപ്പയെ സ്നേഹിക്കുന്നു. നമ്മോട് കൂടുതൽ ബന്ധമുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കും. അതൊരു സ്വാഭാവിക സ്നേഹമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സയ്യിദന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് ഒരു പിതാവുണ്ട്, ജസദിന് പിതാവുണ്ട്, നമ്മുടെ സ്വന്തം ബാപ്പ നമ്മൾ പറയുന്ന ബാപ്പ. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ പിതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബുൽ അർവാഹാൻ. ഈ ഉമ്മത്തിന്റെ പിതാവാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അസ്വാജുഹു ഉമ്മഹാത്തുഹും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കടമയും കടപ്പാടുമുള്ള ബന്ധമുള്ള ആളാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അഥവാ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധം മുത്തുനബിയോടാണ്. യഥാർത്ഥത്തിൽ സ്വന്തം ശരീരം നമ്മൾ സംരക്ഷിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ ഒക്കെ നമ്മൾ സംരക്ഷിക്കും. സ്വന്തം ശരീരത്തെയാണ് നമ്മൾ എല്ലാത്തിലും മുന്തിക്കുക. അതിനേക്കാൾ ബന്ധം മുത്തുനബിയാണ് എന്നർത്ഥം. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എങ്ങനെയാ നിങ്ങൾ സ്നേഹിച്ചിരുന്നത് മുത്തുനബിയെ എന്ന ചോദ്യത്തിന്റെ മറുപടി, ഞങ്ങളെ മക്കളെക്കാൾ, ഞങ്ങളെ കുടുംബത്തെക്കാൾ, ഞങ്ങളെ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഒമിനൽ മാഇൽ ബാരിദി അലൽ ളമർ, നല്ല ദാഹമുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ ഞങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ അതിനേക്കാൾ ഞങ്ങൾക്ക് ഹബീബാണ് പ്രിയപ്പെട്ടത്. അപ്പോൾ ബന്ധത്തിന്റെ പേരിൽ സ്വാഭാവികമായ സ്നേഹം ഉണ്ടാകുമ്പോൾ അത് മുത്തുനബിയോടാണ് ആ ബന്ധത്തിന്റെ പേരിലും സ്നേഹം ഉണ്ടാവേണ്ടത്. നിങ്ങൾ നോക്കൂ, അബൂ സുഫിയാൻ എന്നവരുടെ മകള് ഉമ്മു ഹബീബ ബീവി, റംല ബീവി, അവര് റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഒരിക്കൽ അബൂ സുഫിയാൻ എന്നവര് മകളെ കാണാൻ വരുന്നുണ്ട്. മകളെ കാണാൻ വരുമ്പോൾ കട്ടിൽ നല്ല വിരിപ്പൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മു ഹബീബ ബീവി വേഗം ഓടി ചെന്നിട്ട് ബാപ്പ ഇരിക്കുന്നതിന് മുമ്പ് ആ പുതപ്പ്, ആ വിരിപ്പ് മടക്കി വെക്കുക. ബാപ്പ ചോദിച്ചു, എന്താണ് നീ ആ വിരിപ്പ് മടക്കി വെക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമ്മു ഹബീബ ബീവി പറഞ്ഞൊരു മറുപടി, ഹാദാ ഫിറാഷു റസൂലില്ല, ഇതെന്റെ റസൂലി ഇരുന്ന വിരിപ്പാണ്. നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, മുശ്രിക്കാണ്. അതുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ നിങ്ങൾ ഇരിക്കണ്ട എന്ന് ബാപ്പയോട് മകള് പറയുന്നുണ്ട്. അപ്പൊ ആ മകൾക്ക് സ്വന്തം ബാപ്പയേക്കാൾ പ്രിയപ്പെട്ടത് മുത്തുനബിയാണ്. ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടമയും ബാധ്യതയും ബന്ധവും ഉള്ളത് മുത്തുനബിയാണ്. സ്വാഭാവിക സ്നേഹത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ബന്ധം കൊണ്ട് സ്നേഹം ഉണ്ടാവുകയാണെങ്കിലും അത് മുത്തുനബിയോടാണ് വേണ്ടത് എന്നർത്ഥം.